ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് പറയുന്നെങ്കിലും എല്ലാവരും സുഖമായിട്ടൊന്നുമല്ല ഇരിക്കുന്നതെന്ന് അറിയാം. എല്ലായിടത്തും നല്ല മഴയാണ്, വെള്ളപ്പൊക്കമാണ്, ആൾക്കാർ നന്നായിട്ട് വിഷമിക്കുന്ന സമയമാണെന്ന് അറിയാം. പിന്നെ നമ്മൾ ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ അത്ര മഴവെള്ളം അത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എന്നാലും നല്ല മഴയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു, തകർത്ത് പെയ്യുമായിരുന്നു. പിന്നെ അധികം വെള്ളം അങ്ങനെ പൊങ്ങുന്ന സ്ഥലമല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. പിന്നെ 2018 വെള്ളപ്പൊക്കത്തിലും നമുക്ക് ഇവിടെ ഒന്നും വലുതായിട്ട് ബാധിച്ചില്ല കേട്ടോ. പക്ഷേ ആൾക്കാരിങ്ങനെ വിഷമിക്കുന്നത് ടി വിയിലൂടെ കാണുമ്പോൾ നമുക്ക് വിഷമമാണ്. എന്ത് ചെയ്യാൻ പറ്റും? കർക്കിടകത്തിൽ നല്ല മഴ പെയ്യുന്ന സമയമാണ്. എല്ലാ വർഷവും അതേപോലെ തന്നെയാണ് കർക്കിടകത്തിൽ തകർത്ത് മഴ പെയ്യും. പക്ഷേ ഈ പ്രാവശ്യം കർക്കിടകത്തിൽ ആദ്യമൊക്കെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോഴും നമ്മൾ ആലോചിക്കുകയും ചെയ്തത് എന്താ ഇപ്രാവശ്യം ഭയങ്കര വെയിലാണല്ലോ, അതുപോലെ ഫാനൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പോലും പറ്റുള്ളായിരുന്നു. സാധാരണ കർക്കിടകത്തിൽ നല്ല മഴ പെയ്യുന്ന സമയമാണ്. പക്ഷേ അത് കഴിഞ്ഞിപ്പം 2-3 ദിവസം കൊണ്ട് നിന്നങ്ങ് പെയ്ത് ആകെപ്പാടെ പ്രശ്നമായിട്ടുണ്ട്. ഇപ്പോൾ ഉച്ചക്കലത്തെ വാർത്തയിലൊക്കെ ഡാമൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ പ്രശ്നങ്ങളൊക്കെ അവിടെയൊക്കെ പത്തനംതിട്ട, കോന്നി, റാന്നി, അതേപോലെ വയനാട്, മറ്റേ കോഴിക്കോട് ആ ഭാഗങ്ങൾ, വടക്കൻ ജില്ലകളിലൊക്കെ നല്ല പ്രശ്നമുണ്ട്. നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് എറണാകുളം മുതൽ ഇങ്ങോട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, എങ്കിലും മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കൊല്ലം ജില്ലയിൽ മഴ കുറവാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. കർക്കിടകം പണ്ട് നമ്മുടെ നാട്ടിലുള്ള പഴയ അപ്പൂപ്പന്മാരൊക്കെ കർക്കിടകം പഞ്ഞമാസം എന്നാണ് പറയുന്നത്. പഞ്ഞമാസം എന്ന് പറയാൻ കാര്യം ഇതുപോലെ തകർത്ത് പെയ്യുന്ന മഴയും, അതുപോലെ ആർക്കും ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ കൃഷിയൊക്കെ വെള്ളത്തിലായിരിക്കും. ഇപ്പം തന്നെ എത്രയോ ഏക്കർ കൃഷിയൊക്കെ നശിച്ച് കിടക്കുന്നതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വാഴയൊക്കെ ഓണത്തിന് വേണ്ടിയിട്ടൊക്കെ കൊലയായ വാഴകളൊക്കെ ഒടിഞ്ഞു വീണ് കിടക്കുന്നത് ഒക്കെ കാണുമ്പോൾ അതേപോലെ ആയിരിക്കും പണ്ടും ഇതുപോലെ പഞ്ഞമാസമായിരുന്നു കർക്കിടകം. പിന്നെ ചില ആൾക്കാരൊക്കെ പഞ്ഞമാസമാണെങ്കിൽ ഇതിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ടാണ് പഴയ ആൾക്കാർ രാമായണമൊക്കെ വായിക്കുന്ന സമയമായിട്ട് ഇതിന് പിന്നെ വാൽമീകി രാമായണമൊക്കെ വായിക്കും എല്ലാ ദിവസവും. അത് ഇങ്ങനെ തോന്നുന്നതെന്നാണ് ഇപ്പോൾ കർക്കിടക മാസത്തിൽ രാമായണ മാസമായിട്ട് ആചരിക്കുന്നതെന്നാണ് തോന്നുന്നത്. എല്ലാവരും വീട്ടിൽ ഇരിക്കുകയല്ലേ, അപ്പോൾ ഇതുപോലെ ദുരിതം ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷവും ശാന്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രാമായണമൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് അന്നേ അത് അങ്ങനെ വന്നതാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ചേഷ്ട പകുതി കളഞ്ഞിട്ട് പിന്നെ മഹാലക്ഷ്മി കയറ്റുന്ന ഒരു ചടങ്ങ് നമ്മുടെ ഈ കൊല്ലം, തിരുവനന്തപുരം സൈഡിലൊന്നും കണ്ടിട്ടില്ല. വടക്കോട്ടൊക്കെ അങ്ങനെ ഉണ്ട്. കർക്കിടക 1-ാം തീയതിയുടെ തലേന്ന് ദിവസം തന്നെ വീടൊക്കെ വൃത്തിയാക്കി നന്നായിട്ട് അടിച്ചു വാരി നമ്മൾ അതൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെ അതൊരു ആചാരം പോലെ കൊണ്ടുപോയി കത്തിക്കുക അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എല്ലാവരും അതൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ ചിങ്ങ 1-ാം തീയതിയുടെ തലേന്നും അതേപോലെ എല്ലാവരും വീടൊക്കെ നന്നായി ഒന്നുകൂടെ വൃത്തിയാക്കി, പിന്നെ പുതിയ പുതുവത്സരം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ വീടൊക്കെ ഒന്നുകൂടെ വൃത്തിയാക്കി എല്ലാവരും ചിങ്ങ 1-ാം തീയതിയുടെ തലേന്നുള്ള ചിങ്ങ 1-ാം തീയതി വരുന്നതിൻ്റെ ഒരു സന്തോഷം, ആണ്ടുപുറപ്പ് 1-ാം തീയതി എന്ന് പറഞ്ഞിട്ട് അത് ആചരിക്കും. അതേപോലെ തന്നെയാണ് ഈ ജ്യേഷ്ഠ ഭഗവതിയെ കൊണ്ടുപോയി കളയുന്ന ഒരു പതിവ്. അത് വടക്കോട്ട ഉള്ള ജില്ലകളിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അതും ഈ കർക്കിടകത്തിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കർക്കിടകത്തിൽ ഇങ്ങനെ കഞ്ഞിയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ശരീരം ഇപ്പം മഴയൊക്കെ തണുപ്പൊക്കെ കൊണ്ട് ശരീരത്തിന് വാതം, പിത്തം, കഫം എല്ലാ അസുഖങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു കർക്കിടക ചികിത്സ നടത്തുന്ന മാസമായിട്ട് നമ്മൾ കർക്കിടക മാസത്തിന് കാണാറുണ്ട്. ആയുർവേദ വിധി പ്രകാരം എല്ലാവരും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി 10-20-25 ദിവസമൊക്കെ കിടന്ന് നല്ലോണം ആയുർവേദ ചികിത്സയൊക്കെ ചെയ്യുന്ന, ഉഴിച്ചിലും പിഴിച്ചിലും ധാരയൊക്കെ നടത്തുന്ന സമയമാണ് ഈ കർക്കിടകത്തിൽ. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർ വീട്ടിൽ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യും. പിന്നെ അതുപോലെ കർക്കിടക കഞ്ഞി അതൊരു ബിസിനസ്സായിട്ട് ഇപ്പം പാക്കറ്റുകളിലൊക്കെ കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ വീട്ടിൽ തന്നെ ഉലുവായും പിന്നെ ജീരകമൊക്കെ വെച്ചിട്ട് ഉലുവ കഞ്ഞി, ജീരകക്കഞ്ഞി, അതേപോലെ പഴയ ധാന്യങ്ങളുണ്ടല്ലോ, പയറുവർഗ്ഗങ്ങളൊക്കെ വെച്ചിട്ടുള്ള കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയും, അതുപോലെ പിന്നെ ഈ ഉഴിച്ചിൽ, അതേപോലെ ഒരു ശരീരത്തിന് ഒരു ഉന്മേഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ അന്നും ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ കർക്കിടക കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുന്ന ഒരു കാലമായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. മിക്കവാറും ആൾക്കാർ ഇപ്പോൾ ഈ 30 ദിവസവും 21 ദിവസമൊക്കെ കുടിക്കുന്നവരുണ്ട്. നല്ലതാണ് കർക്കിടക കഞ്ഞിയൊക്കെ 21 ദിവസമൊക്കെ ഉണ്ടാക്കി പാക്കറ്റുകളിൽ ഇപ്പോൾ കിട്ടും. ഓരോ ദിവസം വെക്കേണ്ട അളവനുസരിച്ച് വെച്ച് കുടിക്കും. അതിനൊക്കെ കുറച്ച്
അങ്ങനെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കർക്കിടകത്തിന്. പിന്നെ ഈ മഴയും ഇതുപോലത്തെ ദുരിതങ്ങളും വീടുകളൊക്കെ നശിക്കുന്നതും ആൾക്കാരൊക്കെ മരിച്ചു പോകുന്നതും ഒക്കെയാണ് നമുക്ക് കർക്കിടകത്തിൽ ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതുപോലെ കൃഷികളൊക്കെ നശിക്കുന്നത് ഒക്കെയുണ്ട്. അങ്ങനെ കർക്കിടകത്തിൽ ഓരോ പ്രശ്നം. പിന്നെ കർക്കിടകത്തിൽ പഴയ എന്തുള്ള കപ്പ ഉണക്കിയൊക്കെ വെച്ചേക്കും. എൻ്റെ കൊച്ചുനാളിലൊക്കെ എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. കപ്പയൊക്കെ ഉണക്കി വെച്ചിട്ട് നമ്മൾ അത് ഈ മഴയത്ത് കപ്പ വേവിച്ച് തിന്നുകയും അതുപോലെ അവിൽ കപ്പയെന്നും പറഞ്ഞുകൊണ്ട് അത് ഇങ്ങനെ ഉരുളിലിട്ട് ഇടിച്ചിട്ട് പിന്നെ തേങ്ങയും കൂടെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കും. അതൊക്കെ നമ്മൾ ആ ഉണക്ക് സമയത്ത് ശേഖരിച്ച് വെക്കുന്നത്. പഴയ തലമുറയിലെ ആൾക്കാർ അതൊക്കെ ശേഖരിച്ച് വെക്കും. അരി പൊടിച്ചത്, അരി ഇങ്ങനെ വറുത്ത് പൊടിച്ച് അതൊക്കെ അരിയൊക്കെ ശേഖരിച്ച് നെല്ല് കുത്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ മാസങ്ങളിൽ ഇതുപോലെ എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കരുതിയായിരിക്കും അതൊക്കെ സ്റ്റോക്ക് ചെയ്ത്. നമ്മുടെയൊക്കെ തലമുറയൊക്കെ എത്തിയപ്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കർക്കിടക മാസം പഞ്ഞമാസത്തിനെ എങ്ങനെയെങ്കിലും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. 30 ദിവസം എങ്ങനെയും മുൻപോട്ട് പോകണ്ടേ. അന്നൊക്കെ ഇതിനേക്കാളും മഴയും വെള്ളവും എല്ലാവർക്കും ബുദ്ധിമുട്ടും എല്ലാവർക്കും വിഷമവും, പൈസ ഉള്ളവർക്കും പൈസ ഇല്ലാത്തവർക്കും എല്ലാം വിഷമമുള്ള കാലഘട്ടമായിരുന്നു. ഇപ്പം പിന്നെ അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ട്, പൈസ ഉള്ളവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുകയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു കഞ്ഞി ചോറും ആഹാരവും ഒക്കെ കൊടുത്ത് നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട് ഇല്ലാത്തവർക്ക്. അന്നതും ഇല്ല, എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ട്. പിന്നെ ഇനി കർക്കിടകത്തിലെ ഏറ്റവും പ്രധാനം എന്തുവാ, വാവ് ബലി. കർക്കിടക വാവ് ബലിയിടുന്ന പിതൃക്കൾക്ക്. അത് ഇനിയിപ്പം ഓഗസ്റ്റ് 15-ാം തീയതി ഓഗസ്റ്റ് 12-ാം തീയതിയാണ് വാവ് ബലി ഇടുന്നത്. ഇപ്രാവശ്യം കർക്കിടക മാസം അവസാനമായിട്ടാണ് വാവ് ബലി വരുന്നത്. അന്നേരം അത് പിന്നെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും വാവ് ബലി ഇടാൻ പോകുന്നതും ഒക്കെയാണ് ഇപ്പോൾ കർക്കിടകത്തിലെ അടുത്ത ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് എല്ലാവർക്കും എല്ലാ വർഷവും ചെയ്യുന്നവരുണ്ട്, വളരെ ആർഭാടപൂർവ്വം ചെയ്യുന്നവർ അമ്പലങ്ങളിലൊക്കെ വളരെ ഇതായിട്ട് നന്നായിട്ട് നടത്തുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടി വരുവാണല്ലോ വാവ് ബലി ഇടാനൊക്കെ. എല്ലാ അമ്പലത്തിലും നല്ല തിരക്കാണ്. ഇനിയിപ്പോൾ അതൊക്കെയാണ് കർക്കിടകത്തിനെ കർക്കിടകം മോശമാസം ആണെങ്കിലും കർക്കിടകത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മാസമാണെന്ന് ഞാൻ പറയുമായിരുന്നു. ഇതുപോലെ പല പല കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ വടക്കോട്ടൊക്കെ ഈ മുക്കൂറ്റിയുടെ ചാറെടുത്തിട്ട് നെറ്റിയിലിട്ടിട്ട് അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അതും ഈ കർക്കിടക മാസത്തിലാണ്. എല്ലാ ദിവസവും കുളിച്ചിട്ട് വന്നിട്ട് അങ്ങനെ മുക്കൂറ്റി ചാറൊക്കെ എടുത്ത് ദശപുഷ്പമൊക്കെ തലയിൽ വെച്ചിട്ട് അങ്ങനെ. തിരുവാതിരയുടെ അല്ലാതെ ഈ കർക്കിടകത്തിലൊരു പ്രധാന ചടങ്ങായിട്ട് അവർ വടക്കോട്ടൊക്കെ ആചരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പ്രത്യേകതകളുള്ള ഒരു നല്ല പുണ്യമാസമാണ് കർക്കിടകം. അതുപോലെ മഴ പെയ്യുന്നത് നമുക്കിപ്പം വളരെ ദോഷമായിട്ട് തോന്നിയെങ്കിലും ഭൂമിക്ക് അത് വളരെ നല്ലതാണ്. നല്ലതായിട്ട് ഇത്രയും ശക്തിയായിട്ട് മഴ പെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നമാണല്ലോ. അല്ലെങ്കിൽ ഭൂമി തണുത്ത് പുതിയ നാമ്പുകൾ വരുന്നതിനും അതുപോലെ എല്ലാ സസ്യലതാദികൾക്കുമൊക്കെ ഉണങ്ങി വരണ്ട് നിൽക്കുന്ന വൃക്ഷലതാദികൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു കാലമാണ് ഈ നമ്മുടെ ഈ കർക്കിടക മാസത്തിലെ മഴ. അതുപോലെ മൺസൂൺ കാലം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസമൊക്കെ ആണല്ലോ നമ്മൾ മൺസൂൺ കാലഘട്ടമായിട്ട് പറയും. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഇപ്പം ഈ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കാലം തെറ്റി പെയ്യുന്ന മഴകളാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത്. ഓരോ കാലഘട്ടത്തിലും പിന്നെ കൃഷിക്കാർക്കറിയാം ഇനി അടുത്ത മഴയ്ക്ക് മുമ്പേ ഇന്ന കൃഷി ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് അന്നത്തെ കാലഘട്ടത്തിലുള്ള കർഷകരൊക്കെ അതിനെ അതിജീവിച്ചിരുന്നു. ഇപ്പോഴത് നടക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് എല്ലാം കാലം തെറ്റിയാണല്ലോ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കൃഷിരീതികളിലും ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആരും അങ്ങനെ നെൽകൃഷിയൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും വാഴയും ചേനയും ചേമ്പും അതുപോലെയൊക്കെ ചെയ്യുന്നത്. പിന്നെ നെൽകൃഷി ലാഭകരമല്ല. അതുപോലെ ഭയങ്കര കൂലിയും ഭയങ്കര ബുദ്ധിമുട്ടും, അത് നോക്കി നടത്താനുള്ള ആൾക്കാരും ഇല്ല. പണ്ടൊക്കെ എല്ലാ വീട്ടിലും ആൾക്കാർ അത് കൃഷിയെ അത് നമ്മുടെ ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടന്നിരുന്നു. ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെടുന്ന ആൾക്കാർക്കൊന്നും അതിൽ നിന്നും താല്പര്യമില്ല. പിന്നെ ജോലിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കൃഷി അങ്ങനെ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ചെയ്യുന്നതൊന്നുമില്ല. പിന്നെ വാഴയും ഒക്കെയാണ്. അത് പിന്നെ മിക്കവാറും ഇപ്പം പന്നി ശല്യം അതേപോലെ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണമൊക്കെ ഒരുപാട് അതും നഷ്ടത്തിലാണ് എല്ലാവർക്കും. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രശ്നങ്ങളായിട്ട് പോകുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തായാലും കർക്കിടക മാസം തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പം ഒരുപാട് 10-20 ദിവസം ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ
കർക്കിടക മാസത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും ഒക്കെയാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. കർക്കിടകം അങ്ങനെ വെറും പന്ന മാസമാണെന്ന് പറഞ്ഞ് കളയണ്ട. കർക്കിടകത്തിൽ കല്യാണങ്ങളൊന്നും വെക്കത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് കല്യാണം? കർക്കിടക മാസം പഞ്ഞമാസം മഴയും ഒക്കെ പിടിച്ചിട്ട് കല്യാണം പണ്ട് വീടുകളിലാണല്ലോ കല്യാണം നടത്തുന്നത് കൂടുതലും. അന്നേരം അവർക്ക് ബുദ്ധിമുട്ടല്ലേ, വിറവൊക്കെ കീറി ഉണക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടും. പിന്നെ അവസാനത്തെ മാസം എല്ലാം കൊണ്ട് വറുതിയുടെ ഒരു എല്ലാം കൊണ്ടുള്ള ഒരിതായിട്ടായിരിക്കും കർക്കിടകത്തിൽ കല്യാണം പണ്ട് വെക്കത്തില്ല. ഇപ്പോഴും അങ്ങനെ വെക്കുന്ന പതിവില്ല. കല്യാണം അപൂർവമായിട്ടെങ്ങാനും ഇനി ഉണ്ടോയെന്ന് അറിയത്തില്ല. എങ്കിലും കർക്കിടകത്തിൽ അങ്ങനെ കല്യാണങ്ങളൊന്നും വെക്കാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചിങ്ങമാസം ആകുമ്പോഴാണ് കല്യാണത്തിൻ്റെയൊക്കെ ബഹളം. അന്നേരം ചിങ്ങം പുലരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മാറി സമ്പൽ സമൃദ്ധിയുടെ പുതിയ ഒരു വർഷത്തിലേക്ക് എല്ലാവരും കാലെടുത്ത് വയ്ക്കുന്നതായിട്ടാണ് അത് ചിങ്ങമാസത്തിനെ വരവേൽക്കുന്നത്. പൂക്കളും തുമ്പികളും ഒക്കെ ആയിട്ട് അല്ലേ. അതാണ് ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകത. കർക്കിടകത്തിലുണ്ടാകുന്ന ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പിന്നെ ഇപ്പോൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കരമായ വിഷമങ്ങളും വീട് ഒലിച്ചു പോവുക, ആൾക്കാരെ നഷ്ടപ്പെടുക എന്നൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി ചിങ്ങമാസം വന്നാലും അതിനൊന്നും ഒരു വിഷമങ്ങൾ മാറത്തില്ലല്ലോ, സന്തോഷം തോന്നത്തില്ലല്ലോ. അതുകൊണ്ട് അത് ഒരു പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ വെള്ളം കയറിയിട്ട് കുറേ കടകളിലൊക്കെ ഇരുന്ന സാധനങ്ങൾ ഇപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റോക്ക് ചെയ്ത തുണിത്തരങ്ങളൊക്കെ എല്ലാം നശിച്ച് കുറേ ആകെ വിഷമിച്ച് ആൾക്കാരിരുന്ന് പറയുന്നുണ്ട് വാർത്തയിലൊക്കെ. അപ്പോഴേ ഞാനും ഓർത്ത് ഇങ്ങനെ കർക്കിടകത്തിനെ കുറിച്ച് എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലിരിക്കുന്ന എല്ലാ എന്നെ കാണുന്ന ആൾക്കാരും എല്ലാം ഇതുപോലെ ഓരോ വിഷമങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും. അല്ല സന്തോഷിച്ചിരിക്കുന്നവരുണ്ടോ എന്ന് അറിയത്തില്ല. എല്ലാവരും ഈ വെള്ളപ്പൊക്കത്തിൻ്റെ വിശേഷം എന്നെ കാണുന്ന ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് ഇത് കാണുന്നവരൊക്കെ പല പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവർ കാണും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പ്രതിസന്ധികളെ നമ്മൾ അതിജീവിക്കുക, അല്ലാതെ എന്താ ചെയ്യാൻ പറ്റും. പ്രകൃതി ഒരുക്കുന്ന പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിനെ എങ്ങനെയും തരണം ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. എല്ലാം മാറും. ഇതും മാറും. നാളെ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം. പിന്നെ ഈ ദുരിതത്തിലും വിഷമത്തിലും ഒക്കെ കഴിയുന്ന ആൾക്കാർക്ക് എല്ലാവിധ സമാധാനവും സന്തോഷവും ഭഗവാൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ വിഷമങ്ങളൊക്കെ വന്നിട്ടുള്ളത് മാറി നല്ലൊരു ജീവിതം നിങ്ങൾക്ക് വരും. നിങ്ങൾ അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട. മഴയൊക്കെ ഇപ്പം മാറും. മഴയൊക്കെ മാറി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കണ്ട. ഇപ്പം നമുക്ക് ഇവിടെ മഴ മൂലം ഉണ്ടാകുന്ന വിഷമേ ഉള്ളൂ, അല്ലാതെ വെള്ളപ്പൊക്കത്തിൻ്റെ വിഷമമൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. അന്നേരം മഴയും വെള്ളപ്പൊക്കവും കൂടെ അനുഭവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും. അതുകൊണ്ട് ഞങ്ങളിതെല്ലാം നിങ്ങളുടെ ദുഃഖത്തിലും എല്ലാത്തിലും നമ്മളും പങ്കുചേരുന്നു, അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് കർക്കിടകത്തിന് നമ്മളങ്ങനെ എഴുതിത്തള്ളേണ്ട മാസമായിട്ട് കണക്കാക്കണ്ട. കർക്കിടകം നല്ല മാസമാണ്. ഭൂമിയുടെ ഒരു പ്രതിഭാസമാണ് ഈ കർക്കിടകത്തിൽ ഇങ്ങനെ മഴ പെയ്യണമെന്നുള്ളത്. അത് അതിശക്തമായ മഴയാകുമ്പോഴാണ് ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ സാധാരണയായി പെയ്തു പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിന്ന് ഒരു 2 മണിക്കൂർ തോർന്നു പെയ്യുകയാണെങ്കിൽ ഇത് ഇത്രയും വലിയ രൂക്ഷമാവത്തില്ല. ഈ രാത്രിയിലൊക്കെ അതിശക്തമായ മഴ പെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഞാനിപ്പോൾ വാർത്ത കേട്ടപ്പോഴാണ് ഇത്രയൊക്കെ പറയണമെന്ന് തോന്നിയത്. അപ്പോൾ കർക്കിടക മാസത്തിലുണ്ടായിരിക്കുന്ന ഈ വിഷമങ്ങളും ദുഃഖത്തിലും ഒക്കെ എല്ലാവരുടെ ദുഃഖത്തിലും ഞാനും പങ്കുചേരുന്നു. എല്ലാം നല്ലത് വരുമെന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ മാറും. നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഒരു കരുതലുണ്ടായിരിക്കുക എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് സൂക്ഷിച്ച് എല്ലാവരും ഇരിക്കാൻ ശ്രമിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.